നീ എന്തോന്നടാ കാണിക്കണേ? എന്തായാലും അമ്മ നടക്കാൻ നോക്കണ്. എടാ മുറിവ് ഉണങ്ങൂല. നീ എവിടെയെങ്കിലും പോയി അടങ്ങി കിടക്ക്. എന്തായാലും മുറിവ് ഉണങ്ങൂലെന്ന് ഞാൻ എത്ര നേരം കൊണ്ട് കിടക്കും മാമ. മാത്രമല്ല ഈ കാല് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാല് പെട്ടെന്ന് റെഡിയാവണം, എന്നാലും ശരിയാവും. അച്ഛൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരിക്കും. നീ എല്ലാവരും കൂടി ചേർന്ന നിന്റെ അമ്മയെ കണ്ണീര് കുടിപ്പിക്കല്ലേ? എന്തിനാ പറയണേ? നമ്മള് എന്തായാലും അറിഞ്ഞോണ്ടാണ് ചെയ്യണത്. എല്ലാം വന്ന് കയറണല്ലേ, വരാനുള്ള വഴി തൊങ്ങൂല അത്ര തന്നെ. എല്ലാം കൂടെ ആകെ തലവേദനയാണ്. ഹോട്ടലിലെ കാര്യം ആലോചിക്കുമ്പോഴത്തെ അതിലും ടെൻഷൻ. അല്ല അമ്മായി ബാംഗ്ലൂരിൽ എപ്പോ വരും മാമ? അവള് നാളെ. നാളെ? അവളുണ്ടായിരുന്നു ഇത്രയും കുഴപ്പമില്ലായിരുന്നു. നീ ഓ അല്ല മാമനെ അമ്മായി അടുത്ത് കാര്യം വല്ലതും പറഞ്ഞു എവിടെ നടന്നത്? ഇന്നലെ വരെ പറഞ്ഞില്ല. ഇന്നിപ്പോ അവള് ചോദിച്ചു, സംസാരത്തിൽ എന്തോ വ്യത്യാസം വന്നു. ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നെ പറയേണ്ടി വന്നു. പറഞ്ഞാ? ഓ അശിഷ എന്തൊരു പരിപാടി അമ്മ കാണിച്ചേ? ഇതിപ്പോ അമ്മായി ഞാൻ ഒന്നാമത് ലച്ചേച്ച ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇതെല്ലാം അവിടെ ചാടി കയറിക്കൊണ്ട് ഇന്ന് വരുമല്ലേ മാമ. അമ്മ ജംഗ്ഷൻ വരെ പോവാന്നല്ലേ പറഞ്ഞേ? പക്ഷെ അമ്മ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ എടുത്ത് നേരെ പോയത് പടവലത്തോട്ടാ. അത് പെട്ടെന്ന് അങ്ങോട്ട് പോയി. നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ കാണിക്കാൻ അമ്മ ഇനി വരുന്നില്ലെന്നാ പറയണേ. ബെസ്റ്റ്. എല്ലാരും കൂടെ എങ്ങനെ കാണിച്ചാ ഞായറ്റിക്കര അമ്മ ഇന്നലെ വീട്ടിൽ പോവുകയും ചെയ്ത്. മക്കളെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ നേരെ അങ്ങ് പടവലത്തോട്ട് പോകാം. എന്നിട്ട് നിങ്ങളുടെ അമ്മയെ വിളിക്കാം. നിങ്ങൾ വേറെ ആരെങ്കിലും വിട്ട് അച്ഛനെ വിളിപ്പിക്കുക. പിന്നെ കുറച്ച് പേരെ അങ്ങ് നെയ്യാറ്റിൻകരയിലും പറഞ്ഞു വിടും. അതാണ് നല്ലത്. ഇപ്പം ചേച്ചി ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കൂടെ അങ്ങോട്ട് ചെന്നാൽ വലിയ വഴക്കാവും. അത് വേണ്ട. എനിക്ക് വയ്യ മക്കളെ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ നേരെ ബാംഗ്ലൂർ തന്നെ ഗൗരിയെ നിൽക്കാൻ പറയാം. എന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വിടാം. അവൾ അമ്മയുടെ കൂടെയല്ലേ നിൽക്കണേ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരാം. അതല്ലേ നല്ലത്? ഓ അത് തന്നെ നല്ലത്. ഒരു കാര്യം ചെയ്യില്ലേ ചേച്ചിയും കുഴപ്പമില്ല പോകോ. എല്ലാവരും പോകും. ഇവിടെ ആരും വേണ്ട. ഉള്ള പറക്കി എടുത്തോണ്ട് പോകോ. ഞാൻ മാത്രം ഇവിടെ ഇരുന്നോളാം. പോരെ, പ്രശ്നം കഴിഞ്ഞല്ലേ? ഈ അച്ഛനുണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങളെ ഒന്ന് ഒതുങ്ങി വരെയായിരുന്നു. ഇപ്പൊ മനസ്സിലായ ആള് കൈവിട്ടു പോകുന്നു. ഇതാണ് ചേച്ചി അധികം സ്വാതന്ത്ര്യം കൊടുക്കാത്ത. 5-6 വർഷമായിട്ട് അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒതുങ്ങി തന്നെയാ ജീവിച്ചേ. പിന്നെ വല്ലപ്പോഴും സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയടിക്ക് പൊട്ടി അങ്ങ് തിറക്കി. മക്കളെ കേശു, നീ നന്നായിട്ട് സൂക്ഷിക്കണം. അവന്മാര് നല്ല ദേഷ്യത്തിലാണ്. എന്ത് ചെയ്യാൻ മടിക്കൂല. അവന്മാരെന്തിനു ചെയ്യാം? അവന്മാരൊന്നും ചെയ്യാൻ പോണില്ല. പിന്നെ എടാ ഇപ്പൊ ആ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ എന്തോന്ന് പറയണമെന്നറിയോ? സൈക്കോ വാല്യൂ ഇറങ്ങിയെന്ന്. വയസ്സാം കാലത്ത് ഇത് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടാ? വയസ്സൊന്നും അച്ഛൻ്റെ പ്രശ്നമല്ല. ഇതിപ്പം സംഭവം എനിക്ക് ഇത്രയൊക്കെ പറ്റിയില്ലേ, അതാണ് അച്ഛൻ ഇത്രയും വയലൻ്റായിട്ട് കേൾക്കണത്. ഇതിന് എവിടെ ചെന്ന് അവസാനിക്കുക എന്തോ ദൈവത്തിനറിയാം. ഇപ്പൊ അങ്ങ് അകത്തോട്ട് പോയി. അവനോടാ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകാം. നമുക്ക് മാമൻ റൂമിലോട്ട് പോയാലേ? ശരി. അവിടെ ഇല്ല ഞാൻ നോക്കുന്നുണ്ട്. അവിടെ പോയിട്ട് എന്താണ് പരിപാടി? ചുമ്മാ അവിടെ വരെ പോയിട്ട് വരാന്ന്. കഴിക്കാൻ വല്ല പരിപ്പുണ്ടാ? അണ്ടിപ്പരിപ്പം വന്നിരിക്കാമല്ലോ. അണ്ടിപ്പരിപ്പുണ്ട്. നീ അവിടെ പോടാ. ഇല്ലടാ, ഇറങ്ങടാ. എന്റെ ആരെയാണിത്? കണ്ടോല്ലേ എന്തിനാ ഓടുന്നത്? പോടാ, നിന്ന് വായിച്ചാടാ. മക്കളെ, അച്ഛൻ്റെ മുത്തേടാ. മക്കളെ എന്താണ് അച്ഛനെ കാണുന്നത്? നോക്കട്ടെ. മക്കളെ വണ്ടി കൊണ്ടിടിക്കാൻ ശ്രമിച്ചത് ജോയി മോനാണെന്നാണ് അച്ഛൻ്റെ സംശയം. അതിപ്പോഴും ഉറപ്പിക്കാത്തതുകൊണ്ടാണ് അവൻ ജീവിച്ചിരിക്കുന്നത്. അവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ തലകുത്തിനടുത്ത് ഇടിച്ച് അച്ഛൻ പാറമഴയിരിക്കണം. പാറയെ കൊണ്ട് തള്ളും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.